ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിവസമാണ്. ഈശോയ്ക്ക് വേണ്ടി ബലിയാടപ്പെട്ട കുഞ്ഞുങ്ങളെ ഹെരോദോസിൻ്റെ കൽപ്പന പ്രകാരം 2 അതിൽ താഴെയുമുള്ള വയസ്സ് പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചു കളഞ്ഞു. അവരുടെ ഓർമ്മ നമ്മൾ പ്രത്യേകം ഓർക്കുക. വചനം ഇപ്രകാരം പറയുക: വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 18-ാം തിരുവചനം. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സ്വാന്തനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയൊരു ദുരന്തത്തെക്കുറിച്ച് പറയാം. മാൻമേഡ് ദുരന്തമാണ്. ഹെരോദോസ് ആണ് ഇതിന് കാരണക്കാരൻ. എന്തുകൊണ്ടാ? ദൈവത്തിൻ്റെ കൽപ്പന വന്നു, ദൈവത്തിൻ്റെ ഉൾക്കാഴ്ചകൾ വന്നു, ജ്ഞാനികളിലൂടെ തിരിച്ചറിയാൻ പറ്റി. ദൈവം പല രീതിയിൽ അവൻ്റെ മുമ്പിലേക്ക് ദൈവിക പദ്ധതികളെ ഇട്ടുകൊടുത്തിട്ട് അവൻ അവനെ വകവയ്ക്കാതെ അവൻ്റേതായ രീതിയിൽ നിന്നു. ഒരുവൻ തന്നിഷ്ടപ്രകാരം നിന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. വലിയൊരു ദുരന്തം ഉണ്ടായി. ദൈവിക വഴികളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അത് അവരെ ചുറ്റിപ്പറ്റിയുള്ളവരൊക്കെ അഫക്റ്റ് ചെയ്യും. നമുക്കറിയാം, യോന കപ്പലിലേക്ക് കയറിയപ്പോൾ പോലെ കപ്പലിന് കുലുക്കമുണ്ടാവാം. അവസാനം യോനേനെ പുറത്തിട്ടപ്പോഴാണ് ആ കപ്പലിൻ്റെ കുലുക്കം നിർത്തിയത്, നിന്നുപോയത്. നിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്കനുസരിച്ച്, നിൻ്റെ ജീവിതത്തിലെ അഭിഷേകത്തിനനുസരിച്ച്, നീ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹത്തിനനുസരിച്ച് നിൻ്റെ ചുറ്റുപാടുകൾ, നിൻ്റെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നിൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാകട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു അഭിഷേകമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മറ്റുള്ളവരിലേക്ക് അഭിഷേകം ചൊരിയുന്ന ഒരു പാത്രമായി തീരുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിലും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.